കഴിഞ്ഞ 10th CBSE എക്സാം, അതായത് 2025-26 അക്കാദമിക് ഇയറിലെ എക്സാം, ബോർഡ് എക്സാം അതിഗംഭീരമായ റിസൾട്ട് കാഴ്ചവെച്ച ഒരു വിദ്യാർത്ഥിയാണ് ഇപ്പൊ എന്റെ മുന്നിലുള്ളത്. പേര് പാർവതി എന്നാണ്. സോ പാർവതി, ഈ ഒരു നിമിഷത്തിൽ എങ്ങനെയാ തോന്നുന്നു? എന്ത് തോന്നുന്നു? വളരെ സന്തോഷം തോന്നി. എനിക്ക് ഈ ഒരു മാർക്ക് നേടാൻ കഴിഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. ഹാപ്പിയാണ്. അപ്പൊ ഈ ഒരു പഠന വേളയിൽ NCERT ടെക്സ്റ്റ് ബുക്ക് എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഞാൻ ഫുള്ളി NCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നെ റിലൈ ചെയ്തിട്ട് പഠിച്ചൊരു കുട്ടിയാണ്. ഞാൻ ചോദിച്ചാൽ NCERT ടെക്സ്റ്റ് ബുക്ക് മാത്രം പഠിച്ചതുകൊണ്ട് നമുക്ക് മികച്ച മാർക്കിലേക്ക് എത്താൻ പറ്റുമോ? ഇല്ല, CBSE ബോർഡ് എക്സാം അതിനേക്കാളും കുറച്ചുകൂടി വേണം. അതായത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെ നോക്കേണ്ട സാഹചര്യമുണ്ട്. അപ്പൊ ഈ കഴിഞ്ഞ വർഷം, അതായത് ഇപ്പൊ നിങ്ങളുടെ ബാച്ചിൽ വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പാറ്റേണിൽ അടിപൊളി ഒരു മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെ? ഇപ്പൊ സയൻസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മുന്നേ വരെ ഉണ്ടായ പോലെയല്ല. നമുക്ക് സയൻസിൽ ഇപ്പോൾ സെക്ഷൻ A ബയോളജി, സെക്ഷൻ B കെമിസ്ട്രി, സെക്ഷൻ C ഫിസിക്സ് എന്നുള്ള രീതിയിലാണ്. അതുപോലെ തന്നെയാണ് സോഷ്യലിലും സെക്ഷൻ വൈസ് തന്നെയാണ് വന്നിരുന്നത്. അപ്പൊ കഴിഞ്ഞ വർഷം കുട്ടികളോട് ക്ലാസ് എടുക്കുന്ന സമയത്ത് കുട്ടികൾ വളരെയധികം ആശങ്ക അല്ലെങ്കിൽ വളരെയധികം കൺഫ്യൂഷൻ, ടെൻഷൻ ഉണ്ടായ ഒരു അവസ്ഥയായിരുന്നു അത്. അങ്ങനെ ഒരു പാറ്റേണിൽ വരുമ്പോൾ അവർ ആദ്യമായിട്ട് അത്തരം പാറ്റേണിലേക്ക് വരികയാണ്. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഫേസ് ചെയ്തിരുന്നു? പറഞ്ഞു. ഇല്ല, എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ടാണ് തോന്നിയത്. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിലാണ് തോന്നിയത്. അപ്പൊ ഈ നമ്മള് സബ്ജക്റ്റുകളിൽ ബുദ്ധിമുട്ടേറിയ സബ്ജക്ട് ഏതായിരുന്നു? എനിക്ക് ഫിസിക്സ് ആയിരുന്നു കുറച്ച് ബുദ്ധിമുട്ട്. ഫിസിക്സും മാത്സും ആണ്. അതിനെങ്ങനെയാണ് ഓവർകം ചെയ്തത് ആ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തെയൊക്കെ എങ്ങനെ മറികടന്നു? പ്രാക്ടീസോടാണ്. സൈലത്തിന്റെ ക്ലാസ്സിലും പിന്നെ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നിതിൻ സാറ് ക്ലാസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്നേരം ഫിസിക്സും പിന്നെ അഫ്നാസ് സാറിന്റെ മാത്സ് ക്ലാസ്, ലാസ്റ്റ് റിവിഷൻ ഒക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. പ്രാക്ടീസ് നല്ല ആവശ്യമുണ്ട് തന്നെയാണല്ലേ പറയാനുള്ളത്? നേരത്തെ പറഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ CBSE തന്നെ മോഡൽ ക്വസ്റ്റ്യൻസ് ഇറക്കാറുണ്ടല്ലോ. അപ്പൊ അതൊക്കെ എത്ര തരം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യന്റെ പാറ്റേൺ ഒക്കെ മനസ്സിലാക്കാൻ പ്രീവിയസ് ഇയറും പിന്നെ മോഡൽ ക്വസ്റ്റ്യൻസും ഒക്കെ ഹെൽപ്പ് ചെയ്തു. അപ്പൊ ഈ പഠനവേളയിൽ ഏതെങ്കിലും ടൈം ടേബിളോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രാറ്റജി എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ ടൈം ടേബിൾ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. ടൈം ടേബിൾ ഒന്നും ഇല്ലാതെ തന്നെ ഒരു ദിവസം എത്ര മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്യും പഠിക്കാൻ വേണ്ടി? ഒരു ദിവസം ഫസ്റ്റ് ഒക്കെ ഒരു 2-3 മണിക്കൂർ അങ്ങനെയാണ് ചെലവഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ റിവിഷൻ ടൈം രാവിലെ തൊട്ട് ഇതിലേക്ക് തന്നെ അങ്ങനെ എഫേർട്ട് എടുത്തിട്ടില്ലെങ്കിൽ രാവിലെ തൊട്ട് പഠിക്കാൻ ഇരിക്കുമായിരുന്നു. എക്സാമിനോട് എടുക്കുമ്പോൾ ഫുൾ ഡേ ഇരിക്കുമായിരുന്നു. പക്ഷെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ നോക്കിയോ വായിച്ചെങ്കിലും ഇരിക്കുമായിരുന്നു. ഈ പഠനത്തിന്റെ ഇടയിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരേപോലെ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റൂല, ആർക്കാരും പറ്റൂല. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് മടുപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ബോർഡോ ഒക്കെ തോന്നുന്ന സമയത്ത് അതിനെങ്ങനെയാണ് നമ്മൾ ഓവർകം ചെയ്യാൻ? എന്തെങ്കിലും സ്ട്രെസ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ? ഞാൻ ഡാൻസ് പഠിക്കുന്നുണ്ട്. ഡാൻസ് ആയിരുന്നു എനിക്ക് സ്ട്രെസ് റിലീവ് ചെയ്യാനുള്ളത്. പിന്നെ അതല്ലാതെ വേറെ എന്തെങ്കിലും ഹോബീസ്? അങ്ങനെ ഹോബീസ് അങ്ങനെയൊന്നുമില്ല. ഡാൻസും പാട്ട് കേൾക്കുക അങ്ങനത്തെ ഒക്കെ റിലാക്സ് ചെയ്യാൻ. പഠിക്കുന്ന സാഹചര്യത്തിൽ നോട്ട്സ് എങ്ങനെ തയ്യാറാക്കും? സ്വന്തമായി നോട്ട്സ് ഉണ്ടാക്കുമോ? സ്വന്തമായിട്ട് നോട്ട്സ് ഉണ്ടാക്കി പഠിക്കുന്ന ഷോർട്ട് നോട്ട് ഉണ്ടാക്കിയത് റിവിഷൻ ടൈമിൽ ഉപയോഗിക്കാൻ വേണ്ടി പരീക്ഷയിലൊക്കെ വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റുമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ടൈം മാനേജ്മെന്റ് നമ്മളെ കുട്ടികൾ ഇപ്പോൾ അറിയാമായിരിക്കുമല്ലോ, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ടൈം മാനേജ്മെന്റ്. ഇപ്പൊ പരീക്ഷയിൽ പബ്ലിക് എക്സാമിന്റെ സമയത്ത് ടൈം കൃത്യമായിട്ട് മാനേജ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ടാവുമല്ലോ. അതിനെന്തെങ്കിലും കുട്ടികളോട് നമ്മളെ അപ്കമിങ് ബാച്ച്, നമുക്കിനി പുതിയൊരു ബാച്ച് വരുന്നുണ്ടല്ലോ, അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ ടൈം മാനേജ്മെന്റിനെ കുറിച്ച്? സ്കൂൾ ഓഫ് ടൈം നല്ലോണം ഉപയോഗപ്പെടുത്തിയാൽ തന്നെ നമുക്ക് കുറേ സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. സ്കൂൾ ഓഫ് ടൈമിൽ വായിച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ ആൻസേഴ്സ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി എടുത്തിട്ട് പിന്നെ എഴുതേണ്ട സമയത്ത് അതന്നെ എഴുതാൻ പറ്റും. പിന്നെ നമ്മൾ ഈ പറയുന്ന മാർക്കിനനുസരിച്ചിട്ട് നമ്മൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ കുട്ടികൾക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. അവരോട് എന്താ പറയാനുള്ളത്? മാർക്ക് ഇപ്പൊ 2 മാർക്കിന്റെ ഒക്കെ ഇപ്പൊ സോഷ്യലിലൊക്കെ അതിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ. അപ്പൊ 2 മാർക്കിന്റെ ഒരു ഹാഫ് പാരഗ്രാഫ് അങ്ങനെയൊക്കെ എഴുതുക. 5 എല്ലാം വരുമ്പം ഏകദേശം ആ ഒരു പേജ് അങ്ങനെയൊക്കെ എഴുതി അങ്ങനെ തന്നെ. അപ്പൊ ഇനി ഫ്യൂച്ചറിൽ, അതായത് ഇപ്പൊ നമ്മൾ 10 CBSE കഴിഞ്ഞു, ഫ്യൂച്ചറിൽ ഏത് സ്ട്രീം എടുത്ത് എങ്ങോട്ട് ഏത് മേഖലയിലേക്ക് പോകാനാണ് ആഗ്രഹം? എനിക്ക് സയൻസ് സ്ട്രീം എടുക്കണം എന്നാണ്. സയൻസ് സ്ട്രീം എടുത്തിട്ട് ഡോക്ടർ, എഞ്ചിനീയർ ഒന്നും താല്പര്യമില്ല. പക്ഷേ UPSCയോ സിവിലോ അങ്ങനെ എന്തെങ്കിലും ട്രൈ ചെയ്യാൻ മികച്ച രീതിയിൽ മുന്നോട്ട് പോവാ. ഇനി നമ്മൾ അപ്കമിങ് ബാച്ച്, അതായത് നമുക്ക് ഇനിയും CBSE കുട്ടികൾ പഠിച്ചു വരുന്നുണ്ട്, അവർക്ക് നൽകാനുള്ള ഒരു മെസ്സേജ്
മെസ്സേജ് എനിക്ക് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് തോന്നിയ റിവിഷൻ പീരീഡ്, ആ ഒരു ലാസ്റ്റ് 2 to 3 months നല്ലോണം ഉപയോഗപ്പെടുത്തി പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, അതിലും തന്നെ തരുന്ന ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഇപ്പം MCQ ക്വസ്റ്റ്യൻസ്, അതൊക്കെ യൂസ് ചെയ്യുക. അങ്ങനെയൊക്കെ. വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ, നമ്മളെ കുട്ടികൾ പലപ്പോഴും ഒരു ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, അതായത് തുടക്കത്തിലെ അങ്ങനെ കണ്ട് പഠിക്കണ്ട, എക്സാമിനോട് അടുക്കുമ്പോൾ പഠിച്ചാൽ മതി. അതൊരു ശരിയായ ഒരു പ്രവണതയാണോ? അയ്യോ, അങ്ങനെ ഞാൻ പറയില്ല. എനിക്ക് 2 to 3 months ക്രൂഷ്യൽ ആണെന്നേ ഞാൻ പറയും. ഫസ്റ്റ് തൊട്ട് നമ്മൾ മനസ്സിലാക്കി, കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. പക്ഷേ 2 to 3 months അതിലേക്ക് എഫേർട്ട് ഇട്ട് അതെ. പഠന കാര്യങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വില്ലനായിട്ട് മാറാറുണ്ട്. പലപ്പോഴും നമ്മളിപ്പോൾ എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇൻസ്റ്റാഗ്രാമിലേക്ക് പോവുക, റീല് നോക്കുക, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ഓവർകം ചെയ്തു? ഞാനൊക്കെ ഫസ്റ്റ് അക്കാഡമിക് ഇയർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ അങ്ങോട്ടേക്ക് അടുക്കുമ്പോൾ അതൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. അങ്ങനെ ഞാൻ തന്നെ അത് മാറ്റി വെക്കുമായിരുന്നു. നമ്മൾ സ്വന്തം ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് നമ്മൾ സ്മാർട്ട് ഫോണോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ മാറ്റി പഠിക്കുകയായിരുന്നു അല്ലേ? ഓക്കെ, എന്തായാലും നല്ല സന്തോഷം ഇങ്ങനെ ഒരു അവസരത്തിൽ സംസാരിക്കാനൊക്കെ പറ്റിയതിൽ. ഇപ്പൊ ഈ ഒരു വിജയം അതൊരു തുടക്കമാവട്ടെ, ഇനി അങ്ങോട്ട് വിജയം ഉണ്ടാവട്ടെ, മികച്ച രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകട്ടെ. മികച്ച അംബീഷൻ, എന്താണ് അംബീഷൻ എന്ന് പറഞ്ഞാൽ അംബീഷനിലേക്ക് തന്നെ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു.